വഖഫ് നിയമ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിലേക്ക് എത്തുകയാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കും. 8 മണിക്കൂർ സമയമാണ് ചർച്ചയ്ക്ക് അനുവദിച്ചിട്ടുള്ളത്. ഭരണപക്ഷവും ഇന്ത്യ സഖ്യവും എംപിമാർക്ക് വിപ്പ് നൽകി. ബില്ലിനെ എതിർക്കുമെന്ന് ഇന്ത്യ സഖ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ER രാഗേഷ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, ഏറെ നാളായുള്ള തർക്കങ്ങൾ, അഭിപ്രായ ഭിന്നത, സമവായത്തിനുള്ള ശ്രമം, ഇതിനൊക്കെ ഒടുവിലാണ് ഇന്നിപ്പോൾ വഖഫ് ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്നത്. പ്രതിപക്ഷം കൃത്യമായി അറിയിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന്. വിപ്പ് നൽകിയിട്ടുണ്ട് BJPയും ഒപ്പം ഭരണപക്ഷവും. അങ്ങനെ പല മാറ്റങ്ങൾ ഈ അവസാന മണിക്കൂറുകളിലും നടക്കുന്നുണ്ട്. ഭരണപക്ഷത്തെ സഖ്യകക്ഷികൾക്ക് ഒക്കെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അവസാന മണിക്കൂറുകളിൽ എങ്ങനെയൊക്കെയാണ് ചർച്ചകൾ? ഒപ്പം കത്തോലിക്ക സഭയുടെ എതിർപ്പിനെ ഏത് രീതിയിലായിരിക്കും പ്രതിപക്ഷത്ത് കോൺഗ്രസും കേരള കോൺഗ്രസും ഒക്കെ നേരിടുക എന്നതും ഏറ്റവും ശ്രദ്ധേയമാണെന്ന് തോന്നുന്നു. എപ്പോഴായിരിക്കും ബില്ലെത്തുക? എന്തൊക്കെയാണ് ചർച്ചകൾ? ശ്രീജ, പരിഷ്കരിച്ച വഖഫ് നിയമ ഭേദഗതി ബില്ല് എന്ന് ഏതായാലും ലോക്സഭയിൽ വരികയാണ്. കാരണം ഈ സഭാ സമ്മേളനത്തിൽ തന്നെ ഈ ബില്ല് വരുമോ എന്ന് ആദ്യം ചില ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അമിത്ഷാ തന്നെ ഈ ബില്ല് സഭാ സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരുമെന്ന് അറിയിച്ചിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ ഏതായാലും ഇന്നലെ കാര്യോപദേശക സമിതി യോഗം ചേരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ ഏതായാലും ബില്ല് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് 12 മണിക്ക് ചോദ്യോത്തരവേളയ്ക്ക് ശേഷം 12 മണിക്കാണ് ഈ ബില്ല് അവതരിപ്പിക്കുക. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഈ ബില്ല് കൊണ്ടുവരികയും ചെയ്യും. ഏതായാലും ബില്ലിലെ വ്യവസ്ഥകളെ ഒന്നടങ്കം എതിർക്കുകയാണ് ഇന്ത്യ സഖ്യം ഇന്നലെ യോഗം ചേർന്നുകൊണ്ട് പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നടപടികളൊക്കെ തന്നെ ചർച്ച ചെയ്തിരുന്നു. ഈ യോഗത്തിൽ ഒന്നടങ്കം ബില്ലിനെതിരെ വോട്ട് ചെയ്യാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ചില ആശങ്കകൾ ഇന്ത്യ സഖ്യത്തിലെ ചില കക്ഷികൾ, പ്രത്യേകിച്ച് മുനമ്പം ഒരു വിഷയമായി ഇത് ക്രൈസ്തവ സംഘടനകൾ ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ആശങ്ക ഏതായാലും ഇന്നലത്തെ യോഗത്തിലൊക്കെ തന്നെ കേരളത്തിലുള്ള എംപിമാർ, പ്രത്യേകിച്ച് ഫ്രാൻസിസ് ജോർജും ജോസ് കെ മാണി അടക്കമുള്ളവർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ബില്ലിലെ വ്യവസ്ഥകൾ ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് പൊതു അഭിപ്രായമാണ് ഇന്ത്യ സഖ്യത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ എംപിമാർക്ക് വിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി സർക്കാർ തലത്തിലേക്ക് വരികയാണെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് 2 പ്രധാനപ്പെട്ട കക്ഷികൾ, അതായത് ഏറ്റവും കൂടുതൽ സീറ്റുള്ള രണ്ടാമത്തെ കക്ഷി BJP കഴിഞ്ഞാൽ TDP ആണ്, അത് കഴിഞ്ഞാൽ JDU. ഈ 2 പാർട്ടികളെ സംബന്ധിച്ച് അവരുടെ നിലപാട് നിർണായകമായിരുന്നു. ഏതായാലും ഈ 2 പാർട്ടികളും ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ അമിത്ഷാ JDU അംഗങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് JDU ഇത്തരമൊരു നിലപാടിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. JDU നേതാക്കൾ പറയുന്നത് അവരുടെ ആശങ്കകളൊക്കെ തന്നെ സംയുക്ത പാർലമെന്ററി സമിതി മുൻപാകെ അറിയിച്ചിരുന്നു. അപ്പോൾ അതുകൂടി പരിഗണിച്ചാണ് ഈ ബില്ല് കൊണ്ടുവരുന്നതെന്നാണ്. കാരണം നേരത്തെ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഈ ബില്ല് കൊണ്ടുവന്നതാണ്. തുടർന്നാണ് JPCക്ക് വിടാനുള്ള തീരുമാനം എടുത്തത്. ജഗദാംബിക അഗർവാൾ UP-യിൽ നിന്നുള്ള BJP അംഗമാണ്. അദ്ദേഹമായിരുന്നു JPC തലവൻ, JPC അധ്യക്ഷൻ. 14 ഭേദഗതികൾ കൂടിയാണ് ഇപ്പോൾ ഈ ബില്ല് ഏതായാലും ഇന്ന് കൊണ്ടുവരുന്നത്. ഈ 14 ഭേദഗതികളും സർക്കാർ കൊണ്ടുവന്നതാണ്, അതായത് ഭരണപക്ഷം കൊണ്ടുവന്നതാണ്. പ്രതിപക്ഷം ഉന്നയിച്ച ഭേദഗതികളൊക്കെ തന്നെ തള്ളിക്കൊണ്ടാണ് ഏതായാലും ഈ ബില്ല് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ എതിർപ്പുണ്ട്. ഏതായാലും മൊത്തത്തിൽ ഈ ബില്ലിനെ പ്രതിപക്ഷം എതിർക്കുന്നുണ്ട്. എങ്കിൽ പോലും അതിൽ തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് 5 കാര്യങ്ങളിൽ വലിയ എതിർപ്പുണ്ട്. ഒന്ന്, സർക്കാരിന്റെ ഇടപെടൽ അതിനകത്ത് വരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മുസ്ലിം ഇതര അംഗങ്ങൾക്ക് ഈ ബോർഡിൽ പ്രാതിനിധ്യം നൽകാനുള്ള തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടാതെ വഖഫ് ബൈ യൂസർ ഒഴിവാക്കി അതിനെയും ഇന്ത്യ സഖ്യം ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടാതെ വിവര ശേഖരണം അടക്കമുള്ള വിഷയങ്ങളിലും വലിയ എതിർപ്പ് നിലനിൽക്കുകയാണ്. ഇതിനു പുറമെ ട്രൈബ്യൂണലിന്റെ അധികാരം സംബന്ധിച്ച് ട്രൈബ്യൂണലിന്റെ അധികാരത്തെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാം എന്നാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളോടും വലിയ എതിർപ്പ് മുസ്ലിം സംഘടനകൾക്കുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യവും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഏതായാലും ഈ ബില്ല് പാസ്സാക്കിയെടുക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ കാലങ്ങളായുള്ള തീരുമാനമാണ്. അതാണ് ഇന്ന് ഏതായാലും ലോക്സഭയിൽ കൊണ്ടുവരാൻ പോകുന്നത്. അംഗബലം അനുസരിച്ച് ബില്ല് പാസ്സാക്കിയെടുക്കുന്നതിന് വലിയ പ്രശ്നങ്ങളില്ല. കാരണം 293 NDAയുടെ അംഗബലം. TDPയും JDUയും പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ എളുപ്പം ലോക്സഭ ഈ ബില്ല് കടക്കും. ഏതായാലും 8 മണിക്കൂർ ചർച്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 8 മണിക്കൂർ ചർച്ച ഒരുപക്ഷെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഇന്നലെ ഈ ചർച്ചയുടെ സമയം കുറവാണെന്ന വാദം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. കാര്യോപദേശക സമിതി യോഗത്തിനൊക്കെ ഇറങ്ങിപ്പോയിരുന്നു. ഇന്ന് ഏതായാലും രാവിലെ ഭരണപക്ഷവും ഇന്ത്യ സഖ്യവും യോഗം ചേരുന്നുണ്ട്. പാർലമെന്റിൽ സ്വീകരിക്കേണ്ട, ലോക്സഭയിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ ഈ യോഗം ചർച്ച ചെയ്യും. ശ്രീജ, ശരി. രാഗേഷാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരാനുള്ളത് ലോക്സഭയിൽ നിന്നാണ്.